ഹായ് നമസ്കാരം, ഞാൻ അജുബൈനൂർ. നമുക്ക് ഇതുപോലുള്ള ഈ ക്രിസ്മസ് സ്റ്റാറുകൾ താറാറായ നമ്മളെന്താക്കുമ്പോൾ എടുത്ത് ചാടൂലേ, പക്ഷെ നമുക്കത് റിപ്പയർ ആക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കുറച്ച് സമയം മെനക്കെട്ടാൽ നമുക്കത് റിപ്പയർ ആക്കി ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് കണ്ടു നോക്ക്, നമുക്ക് ഉപകാരപ്പെടും. ഇത് നമ്മളെ സുഹൃത്ത് കൊണ്ടുവന്നതാണ്. ഇത് വർക്കാകുന്നില്ല പറഞ്ഞാൽ ബൾബൊന്നും കത്തുന്നില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് 2 ഇട്ടുകൊണ്ട് ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 5-10ഓളം ബൾബ് ഇതിനകത്ത് പോയിട്ടുണ്ട്. എന്നിട്ട് ആ ബൾബ് എങ്ങനെ റീപ്ലേസ് ചെയ്യുക, എങ്ങനെ കത്തിക്കാനുള്ള റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ഉപയോഗിക്കാമെന്ന്, എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാനുള്ള. ചെറിയ കുറച്ച് സമയത്തെ മെനക്കേടേ ഉള്ളൂ, മനസ്സിലായില്ലേ? വെറുതെ ഇത് കളഞ്ഞിട്ട് 100, 150, 200 രൂപ കൊടുത്ത് വാങ്ങുന്നല്ലേ, വെറുതെ കളയണ്ട. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബൾബെല്ലാം പോയ ബൾബെല്ലാം മാറ്റിയിടിയാണ്. അത് ബൾബ് മാറ്റാൻ വലിയ പണിയൊന്നുമില്ല. എൻ്റെ അടുത്തിൽ ഈ RGB 3 കളറിൽ മിന്നി കത്തുന്ന ബൾബാണ്. അത് ആ ബൾബ് ഇങ്ങനെ അതിൻ്റെ ഒരു ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് ഉണ്ടോ, ഈ ഹോൾസിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കണക്കായിട്ട് ഫുൾ ഹോൾസ് അവർ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ന്യൂട്രൽ ഫേസ് നോക്കണം. ഈ ബൾബ് ഇടുമ്പോൾ ബൾബിൻ്റെ ന്യൂട്രൽ ഫേസ് നോക്കിയിട്ട് വേണം അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് തല 2 ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ബൾബാടെ നിന്നോളും. 2 തലയും മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്താൽ ബൾബാടെ നിന്നോളും. ആ ഫേസ് ന്യൂട്രൽ ഫേസ് ഇപ്പം നമുക്ക് കൊടുത്ത് ഇപ്പം ഫേസ് ഇപ്പുറം വരണം. ഫേസ് ഇപ്പുറം വന്ന് ഒരു ഭാഗത്ത് ഫുൾ ഇങ്ങനെ ഫേസ് വന്നിട്ട് അതിന് ന്യൂട്രലിലേക്ക് കണക്ഷൻ കൊടുക്കുക. അടുത്ത ഫേസിൽ നിന്ന് അതിൻ്റെ ഫേസിൽ നിന്ന് അടുത്ത ന്യൂട്രലിലേക്ക് കണക്ഷൻ കൊടുക്കുക. അങ്ങനെ കണക്ഷൻ പോവുക. സീരീസാണ് കണക്ഷൻ വരുന്നത്. ഇവർ സാധനം സോൾഡർ ചെയ്തിട്ടില്ല. ഈ ബൾബിൻ്റെ കമ്പി പിരിക്കതിന് പിരിച്ചിടേതിന് അത് സോൾഡർ ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഞാൻ ശരിക്കും സോൾഡർ ചെയ്തിട്ടാക്കുന്നു. ബൾബിൻ്റെ കമ്പി ഇങ്ങനെ പിരിച്ചിട്ടാക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ അനക്കുമ്പോൾ വലിക്കുമ്പോൾ അയക്കുമ്പോൾ എല്ലാം അതാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ കത്തൂല. പക്ഷേ ഇത് അങ്ങനത്തെ കംപ്ലൈൻ്റ് ഇല്ല. ഇത് കംപ്ലൈൻറ്റ് ഞാൻ നോക്കിയിനി. പക്ഷേ ഇത് കുറേ ബൾബ് പോയിട്ടുണ്ടായിന്, പിന്നെ ബോർഡ് പോയിട്ടുണ്ടായിന്. ബോർഡ് മാറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ ബൾബെല്ലാം മാറ്റി. കാരണം എന്ന് വെച്ചാൽ ബൾബ് പുതിയ ബൾബും പഴയ ബൾബും ആകുമ്പോൾ ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം വരും. അതുകൊണ്ട് പിന്നെ അത് ഒരു ബോറല്ലേ. അതുകൊണ്ട് എല്ലാ ബൾബും ഫുള്ള് ബൾബ് മാറ്റി. ഇല്ലേ, ഫുള്ള് ബൾബും ഇതുപോലെ മാറ്റി. നമ്മളെ അങ്ങനെ മാറ്റിയിട്ട് ശേഷം പണിയിട്ടില്ല. കാരണം ഇത് കുറേ ബൾബ് പോയി. എന്നിരുന്നാലും ആ ലൈറ്റിനൊരു വ്യത്യാസം വരുന്നുണ്ട്. ഫുള്ളൊന്ന് മാറ്റിപ്പോയി. ഇതിന് വേറെ പ്രശ്നം അറിയാം. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ സോൾഡർ ചെയ്തതാണ്.
ഇത് അവരെ ഇതാണ്. അവരിതിങ്ങനെ 2 കമ്പി ഇങ്ങനെ കൂട്ടിപ്പിരിച്ചിട്ടാണ് ഇത് വർക്കിൽ ബൾബ് വെച്ചത്. അപ്പോൾ അങ്ങനെ കൂട്ടിപ്പിരിച്ച് വെക്കുമ്പോൾ ഈ പിരി ചിലപ്പം ഇങ്ങനെ ലൂസായാൽ ചിലപ്പോൾ കണക്ഷൻ ശരിക്കും ആയെന്ന് വരില്ല. ഇല്ലേ, ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും കണക്ഷൻ കിട്ടിയെന്നില്ല. അപ്പം പിന്നെ കത്താകും. അപ്പം നിങ്ങൾ ആദ്യം കത്തുന്നില്ലെങ്കിൽ ആ ബേക്ക് കവർ ഊരിയിട്ട് അത് ഇതെല്ലാം ഇങ്ങനെ ആക്കി നോക്കണം. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് സോൾവ് ചെയ്തതാണ്. ഇത് അവർ പിരിച്ചു വെച്ചാണ്. അപ്പോൾ അതൊന്ന് ആദ്യം നോക്കണം. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇത് അത് ടെസ്റ്റ് ചെയ്ത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന പിന്നെ ഇത് കാണിച്ചു തരാറുണ്ടായി. ആ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ കിട്ടിയിരുന്നു, 2 വീഡിയോ കിട്ടിയിരുന്നു. അപ്പോൾ ഇതെന്നെ പറഞ്ഞുകൊണ്ട് ഒരു മടുപ്പോടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് അറിയേണ്ടവർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ടെസ്റ്റ് ചെയ്യേണ്ടതും മരം കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊടുക്കാം. അപ്പോൾ നമ്മളിത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫേസും നോട്ടും മാറാതെ കൊടുക്കണം, ക്ലാരിറ്റി മാറാതെ കൊടുക്കണം. ഒക്കെ ഞാനിവിടെ ഫേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ നോട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് കവറിടാം. അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ അഥവാ ഇത് കത്തുന്നില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ബേക്ക് കവറിൽ അയച്ച് ചെയ്തൊരു പണിയല്ലേ. അതായത് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കിയിട്ട് കത്തുന്നുണ്ടെങ്കിൽ ബേക്ക് കവറിടാം. അല്ലേ പിന്നെ നമുക്കൊന്നും കൂടെ നോക്കേണ്ട പ്രശ്നം. കത്തുന്നില്ല. ഇത് ഇതിൻ്റെ വയറുകളായിപ്പോയി. ഷോർട്ട് എടുത്തിട്ട് നോക്കാം. പക്ഷേ കറണ്ടിലേക്ക് കൊടുക്കുന്ന AC യിലേക്ക് കൊടുക്കുന്ന വയറുകളായിപ്പോ ഉണ്ടാവും. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കത്തുമോ ഇല്ലേ, അത് നോക്കാം. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം, എന്തായെന്നറിയില്ലല്ലോ. ഓക്കെ, ഇനി ബേക്ക് കവറിലോട്ടിട്ട് നോക്കാം. ബേക്ക് കവറിടുമ്പോൾ ഇതുപോലെ ഇതുണ്ടാവും കേട്ടോ. ഇതുപോലെ ലോക്ക് ഉണ്ടോ അത് കൃത്യത്തിന് അതിന് ഉണ്ടാവേണ്ടി ശ്രദ്ധിക്കാം. നല്ലൊരു ടൈറ്റ് ആയിട്ട് വരും, പിന്നെ ഊരിപ്പോവും.
ഇതിനകത്തേക്ക് ഹോൾസിലേക്ക് അതിൻ്റെ ലോക്കാണ്. ഇത് അങ്ങനെ അതിൻ്റെ ഹോൾസിൽ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ശരിക്കും അങ്ങ് ടൈറ്റായി നിന്നോളും. കണക്കായിട്ട് ഫുള്ളായിട്ടെല്ലാം എല്ലാം കൂടി ചേരുന്നിടത്തെല്ലാം ഇതുണ്ടാവും. എല്ലാം ഒന്ന് ശരിക്കും ഒന്ന് അമർത്തി കൊടുക്കുക. അവിടെ എല്ലാം ഉണ്ടാവും. ശരിക്കും ഇതേപോലെ ശരിക്കും അമർത്തിയിട്ട് എന്നാലും ആ കവർ അവിടെ സെറ്റായി നിൽക്കും, ബാക്ക് കവർ. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്നിനൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാർ കത്തിച്ചു. ഇതേവരെ 1 കൊല്ലത്തോളം മൂലക്ക് വെച്ചു. പിന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്. എന്തായാലും അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. എനിക്കിത് റിപ്പയർ ആക്കാനും പറ്റി, ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനും പറ്റി. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണ്ടാവും, സ്റ്റാർ ഉണ്ടാവും. നമ്മുടെ സർക്യൂട്ട് ബോർഡിൻ്റെ ബോബി ഇടുന്ന അതിൻ്റെ കവറ് അത് മസ്റ്റാണ് കേട്ടോ. കാരണം ഇത് AC കറണ്ടാന്ന് ഇതിൽ വരുന്നത്, DC അല്ല. അത് ശ്രദ്ധിക്കണം, തൊട്ടാ ഷോക്ക് അടിക്കും. വളരെ ശ്രദ്ധിക്കണം, കത്തിച്ച് നോക്കുക. അതുപോലെ ഇത് ഇങ്ങനെ വയറിങ്ങനെ കത്തിച്ച് പ്ലഗ് കുത്തുമ്പോൾ നോക്കണം. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കുത്തി നോക്കണം. ഇത് ഓക്കെ ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള പല വീഡിയോകളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള സ്റ്റാറെല്ലാം നിങ്ങൾക്ക് കളയേണ്ടതില്ല. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് റിപ്പയർ ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റിപ്പയർ ആക്കി ഉപയോഗിക്കുക. ഇത് 3 കളറിൽ മിന്നിക്കത്തുന്ന ബൾബാണ്. അപ്പോൾ RGB എന്ന് പറയും. അതിപ്പോൾ ഈ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല, കാരണം എൻ്റെ ഒരു ഓപ്പോൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ ക്യാമറ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും ഒക്കെ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടെ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പല വീഡിയോസും, നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ഒരാഴ്ചയിൽ 1 വീതം ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക.